വിശദമായ വാർത്തയിലേക്ക്. 14ാമത് COA സംസ്ഥാന സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കമാകും. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകജാഥ പ്രയാണം ചങ്ങരംകുളത്ത് നിന്ന് ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി കോഴിക്കോട് വെച്ചാണ് സമ്മേളനം നടക്കുക. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ നഗരിയിൽ ഉയർത്താനുള്ള പതാക അന്തരിച്ച മലപ്പുറം ജില്ലാ മുൻ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിരുന്ന തണ്ടിലത്ത് വിജയേട്ടൻ്റെ വീട്ടിൽ നിന്നും ആ പതാക പ്രയാണം ആരംഭിക്കുകയാണ്. കോഴിക്കോട് മാർച്ച് 2, 3, 4 തീയതികളിലായി നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിൽ ഉയർത്താനുള്ള പതാകയാണ് COA മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന അന്തരിച്ച തണ്ടിലത്ത് വിജയന്റെ ചങ്ങരംകുളം മാന്തടത്തെ വീട്ടിൽ നിന്ന് വിജയന്റെ ഭാര്യ തങ്കമണിയിൽ നിന്നും ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M. രാജ്മോഹൻ ഏറ്റുവാങ്ങിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പതാക ജാഥയ്ക്കുള്ള പതാക ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഏറെക്കാലം സംഘടനയ്ക്കൊപ്പം പ്രവർത്തിക്കുകയും മലപ്പുറം ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വിജയേട്ടൻ്റെ വസതിയിൽ നിന്നാണ്, വിജയേട്ടൻ്റെ പ്രിയതമയിൽ നിന്നാണ് ഞങ്ങൾ ഈ പതാക ഏറ്റുവാങ്ങുന്നത്. പതാക ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി COAയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ രാജ്മോഹനെ ക്ഷണിക്കുന്നതോടൊപ്പം പതാക നൽകുന്നതിന് വേണ്ടി വിജയേട്ടൻ്റെ പത്നിയെ ക്ഷണിക്കുകയൂടി ചെയ്യുന്നു. COA സിന്ദാബാദ്, COA സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, പതാകജാഥ സിന്ദാബാദ്, പതാകജാഥ സിന്ദാബാദ്, പതാകജാഥ സിന്ദാബാദ്, പതാകജാഥ സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, COA സിന്ദാബാദ്, COA. ചങ്ങരംകുളത്ത് നടന്ന പതാക ജാഥ സ്വീകരണ യോഗം ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ നിരക്കിൽ കേബിൾ വീടുകളിലെത്തി. അവിടേക്കാണ് കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ കടന്നുകയറ്റമുണ്ടായത്. അതിനെ ശക്തമായി ചെറുത്തു നിൽക്കാൻ കഴിയട്ടെയെന്ന് KV ഷഹീർ പറഞ്ഞു. ഇവിടെ പതാക ജാഥ നമ്മുടെ പ്രിയപ്പെട്ട വിജയേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതായിട്ട് പറഞ്ഞു. പിന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വരാൻ പറ്റില്ല, ഞാൻ എന്തായാലും വരുന്നു. നമുക്ക് അത്ര പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് തന്നെ വിജയേട്ടൻ. നമുക്കറിയാം ഈ പ്രദേശത്ത് കേബിൾ TVയുടെ ഒരു കടന്നുകയറ്റം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് എത്തിക്കണം എന്ന ഒരു ടീമാണ് തന്നത് വിജയേട്ടൻ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഇവിടുന്ന് പതാക ജാഥ കൊണ്ടുപോകുമ്പോൾ തന്നെ വിജയേട്ടൻ്റെ പ്രൗഢി എന്താണെന്ന് അതിലേക്ക് ഊഹിക്കാവുന്നു. എത്രത്തോളം ഈ സംഘടന അദ്ദേഹത്തെ ആശ്രയിച്ചതെന്ന് നമുക്കറിയാം. എന്തായാലും ഏകദേശം 60 ലക്ഷം വീടുകളാണ് നമ്മൾ സംസ്ഥാനത്തുള്ളത്. അത് പകുതിയോളം COAയുടെ കേബിൾ ഉള്ള വരിക്കാരാണ്. അപ്പോൾ പകുതി കുടുംബങ്ങൾ നിങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്നത്. സമൂഹത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിഞ്ഞ മറ്റു കോർപ്പറേറ്റുകൾക്ക് നാട്ടിൽ ഇടം കൊടുക്കാതെ വളർന്നുവന്നതാണ് കേബിൾ TV മേഖലയെന്നും കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം ഇല്ലാതാക്കുമെന്നും ജാഥ ക്യാപ്റ്റൻ M. രാജ്മോഹൻ പറഞ്ഞു. കേബിൾ TV സേവനവും ഇന്ന് അനിവാര്യമായിട്ടുള്ള ഇന്റർനെറ്റ് സേവനവും അവർക്ക് താങ്ങുന്ന നിരക്കിൽ കൊടുക്കാൻ സാധിച്ചത് നമ്മുടെ ഈ രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. സമൂഹത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിഞ്ഞ് സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി മറ്റ് കോർപ്പറേറ്റുകൾക്ക് ഈ നാട്ടിൽ ഇടം കൊടുക്കാത്ത രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാതൃകാപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ തണലിൽ ഇന്ന് ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു വ്യവസായമായി മാറിയിരിക്കുകയാണ് കേരള വിഷൻ, കേബിൾ TV അനുബന്ധ ബിസിനസ്സുകളുമൊക്കെ തന്നെ. അതിൻ്റെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുമുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സമ്മേളനത്തിന് തുടക്കം ഈ പൊന്നാനി മേഖലയിൽ കുറിക്കാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതിലുപരി ആ ജാഥ പ്രയാണത്തിന്റെ ഭാഗമായി നമ്മൾ വഹിക്കുന്ന പതാകയ്ക്ക് അതിൻ്റെ സാരഥിയാക്കുവാൻ സാധിച്ചതിലും അതോടൊപ്പം നമ്മുടെ സഹോദരതുല്യനും ഈ വ്യവസായത്തിന് ഏറ്റവും വലിയ കരുത്ത് പകർന്നിരുന്ന വിജയേട്ടൻ്റെ
വീട്ടിൽ നിന്ന് തന്നെ, അദ്ദേഹത്തിൻ്റെ പ്രിയ വ്യക്തിയിൽ നിന്ന് തന്നെ ഈ പതാക വെച്ചുവാങ്ങി നമുക്ക് പ്രാരംഭം കുറിക്കാൻ സാധിച്ചതിലും നമുക്ക് അഭിമാനവും കടപ്പാടും നന്ദിയും ഒക്കെയുണ്ട്. പൊന്നാനി മേഖലാ പ്രസിഡന്റ് സുരേഷ് MK സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ COA മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഫൈസൽ, സാജിദ്, മുസ്തഫ എന്നിവരും പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് എടപ്പാളിൽ പതാക ജാഥയ്ക്ക് ഗംഭീര സ്വീകരണം നൽകി. COA എടപ്പാൾ മേഖലാ സെക്രട്ടറി K വിജുകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ C പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരെ പൊതുസമൂഹം രേഖപ്പെടുത്തുന്നത് ഞങ്ങൾ നൽകുന്ന പ്രാദേശിക ചാനലിന്റെ പേരിലാണ്. കേരള വിഷൻ ചാനലിന്റെ ആളുകൾ, പൊന്നാനിയിലും ഇവിടങ്ങളിലുമൊക്കെ NCV ചാനലിന്റെ ആളുകൾ എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. ഇന്നാട്ടിലെ വാർത്തകൾ, ഇന്നാട്ടിലെ വിശേഷങ്ങൾ എല്ലാം തന്നെ ഒപ്പിയെടുത്തുകൊണ്ട് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഞങ്ങൾ എത്തിക്കുമ്പോൾ വലിയ സ്വീകാര്യതയാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശേഷണത്തെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്, ഏറെ അഭിമാനത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഒരു പ്രാദേശിക ചാനൽ നടത്തുക എന്ന കർത്തവ്യം മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. കുറഞ്ഞ നിരക്കിൽ കേബിൾ ടിവിയും ഇന്റർനെറ്റും ഇന്നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഒരു വലിയ പ്രക്രിയ കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് കമ്പനികളോട് സന്ധിയില്ലാ സമരം ചെയ്തുകൊണ്ട്, പേ ചാനൽ കമ്പനികളോട് സന്ധിയില്ലാ സമരം ചെയ്തുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ കേബിൾ ടിവിയും ഇന്റർനെറ്റും കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ എടപ്പാൾ ബ്ലോക്ക് സെക്രട്ടറി A സിദ്ദിഖ്, KPCC മെമ്പർ AM രോഹിത്, യുവമോർച്ച തവനൂർ മണ്ഡലം സെക്രട്ടറി പ്രജിത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വിസ്ഫോടനത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്നുള്ളത്. എല്ലാ തരത്തിലുമുള്ള അറിവ് പല മാർഗങ്ങളിലൂടെ സാംശീകരിക്കുന്നവരാണ് നമ്മൾ. അത്തരത്തിലുള്ള അറിവ് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക്, അത് ആഗോള, ദേശീയ, സംസ്ഥാന തലത്തിലുള്ള അറിവുകളെ സമാഹരിച്ചുകൊണ്ട് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഈ കേബിൾ TV ഓപ്പറേറ്റർമാർ. അതോടൊപ്പം തന്നെ മറ്റു കോർപ്പറേറ്റീവ് സംവിധാനങ്ങൾ നമുക്ക് നൽകുന്ന അറിവിന് അപ്പുറം നമ്മുടെ പ്രാദേശിക അറിവുകൾ കൂടി ഒപ്പിയെടുത്ത് നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തിക്കുക എന്ന വലിയ കർത്തവ്യം വളരെ കഷ്ടപ്പെട്ട് നടത്തുന്ന ഒരു അസോസിയേഷനും ഒരു പ്രസ്ഥാനവുമാണ് നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റീവ് അസോസിയേഷൻ. അതിനകത്ത് നമുക്കൊരു തർക്കവുമില്ല. ഈ COA രൂപീകരിക്കുന്നത് 1990 മധ്യത്തിലാണ്. ആ COA രൂപീകരിക്കുന്ന സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഗോളവൽക്കരണ കാലഘട്ടം തുടങ്ങി 5 വർഷം അല്ലെങ്കിൽ 2-3 വർഷം പിന്നിട്ട സമയത്തിലാണ്. ഈ ആഗോളവൽക്കരണത്തിന്റെ ഒരു അനന്തര ഫലമാണ് നമ്മൾ ഈ കാണുന്ന കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം. ഇവിടെ നിരവധിയായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നുണ്ട്. അത് ഏത് സർക്കാരുകൾ എന്നല്ല, ഇവിടെ KSUമായി ബന്ധപ്പെട്ട ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നിരവധിയായ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് CA പോലെയുള്ള ഈ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഗവൺമെന്റുകൾ അധികാരത്തിലിരിക്കുമ്പോൾ പോലും മാധ്യമ സ്വാതന്ത്ര്യങ്ങൾ വലിയ വിലക്കുകളും അതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയും അഭിമുഖീകരിക്കുന്ന സമയമാണ്. കോർപ്പറേറ്റ് കമ്പനികളുടെയും സർക്കാരുകളുടെയും സമ്പത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് CA പോലെയുള്ള കേബിൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നിഷ്പക്ഷമായി ജനകീയമായി വാർത്തകൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും നീതി ലഭിക്കുന്നതുവരെ അവസാനം വരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചരിത്രം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. ആന്റിന ഉപയോഗിച്ചുകൊണ്ട് ദൂരദർശൻ ചാനൽ മാത്രം കണ്ട ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. അവിടെ നിന്നും ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ 1000-ൽ പരം ചാനലുകൾ എത്തിക്കാൻ ഈ കേബിൾ TV ചെറുകിട ഓപ്പറേറ്റർമാർക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന കേബിൾ നെറ്റ്വർക്ക് അതും എല്ലാ വീടുകളിലും എത്തിക്കാൻ നമ്മുടെ ഈ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് KSEBയിൽ നിന്നും അതുപോലെ മറ്റു സംഘടനകളിൽ നിന്നും ഇവർ കേൾക്കുന്ന ചില വിഷമങ്ങൾ പറയുകയുണ്ടായി. അമിതമായ ചാർജുകൾ ഈടാക്കുക തുടങ്ങിയ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇന്നത്തെ COA കടന്നു പോകുന്നത്. ഈ പോരാട്ടങ്ങൾക്ക് കരുത്തുപകരാൻ
ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവസംഘടനയായ യുവമോർച്ചയുടെയും എല്ലാവിധ പിന്തുണകളും ഞാൻ ഇവർക്ക് അർപ്പിക്കുന്നു. സിഒഎ എടപ്പാൾ മേഖലാ പ്രസിഡന്റ് വിനോദ് ജാഥ ക്യാപ്റ്റനെ ആദരിച്ചു. നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ സംബന്ധിച്ചിട്ടുള്ളത്. ഈ സംഘടനയുടെ കരുത്തും ശ്രദ്ധയും ഇതുതന്നെയാണ്. കേരളത്തിലെ 30 ലക്ഷത്തോളം വീടുകളിലേക്ക് കേബിൾ TV സേവനവും സാധാരണക്കാരൻ്റെ മടിശയിലേക്ക് ഇണങ്ങുന്ന രീതിയിൽ കേരളത്തിലെ ഇന്ന് അവശ്യ സർവീസായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്റർനെറ്റ് സർവീസും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളിൽ ഒന്നാണ് KSEB പോസ്റ്റ്. അതാണ് അധ്യക്ഷൻ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടുത്തെ ബ്യൂറോക്രാറ്റുകളുടെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചു വരുന്നുണ്ട്. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല, ഏകദേശം 3 പതിറ്റാണ്ട് കാലത്തെ പഴക്കമുണ്ട് ഈ പ്രയാസത്തിന്. തീർച്ചയായും നമ്മുടെ സമ്മേളനത്തിൻ്റെ വേദിയിലും ഒക്കെ ഉന്നയിക്കുന്ന ആശയങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെ ഇതുതന്നെയായിരിക്കും. ചടങ്ങിൽ ജില്ലാ നേതാക്കളും പൊന്നാനി എടപ്പാൾ മേഖലാ കമ്മിറ്റി ഭാരവാഹികളും കേബിൾ TV ഓപ്പറേറ്റർമാരും പങ്കെടുത്തു. എടപ്പാളിലെ സ്വീകരണത്തിന് ശേഷം ജാഥ പ്രയാണം ആരംഭിച്ചു. താനൂരിലും തിരൂരിലും സ്വീകരണ യോഗങ്ങൾക്ക് ശേഷം പതാക ജാഥ വൈകുന്നേരത്തോടെ സമ്മേളന നഗരിയായ കോഴിക്കോടെത്തും. NCV ന്യൂസ് എടപ്പാൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി സിൽക്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.